Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലപ്പരിപ്പ് കേക്കാണ്. ഇതിന് നമുക്ക് കടലപ്പരിപ്പ് പോളാന്നും കൂടി പറയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, അധികം ടൈമും വേണ്ട, ഈസി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കടലപ്പരിപ്പ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് 150 ഗ്രാം കടലപ്പരിപ്പ്, ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തതാണ്. പിന്നെ 6 മുട്ട, കുറച്ച് നട്ട്സ് ആൻഡ് കിസ്മിസ്, ഗീ, വാനില എസൻസ്, 1/2 കപ്പ് പാല്, 3/4 കപ്പ് പഞ്ചസാര. ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് പരിപ്പ് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ ഷുഗർ എടുത്തിരിക്കുന്നത് എന്താ പറയുക, 3/4 കപ്പ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ അതിനാവശ്യമായിട്ട് നിങ്ങൾക്ക് ഷുഗർ എടുക്കാം. ചിലർക്ക് മധുരം കൂടുതൽ ആവശ്യം ഉണ്ടാവും, ചിലർക്ക് മധുരം അത്ര ആവശ്യം ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ടേസ്റ്റ് അത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ മധുരം ഓവറായിട്ട് വേണ്ട, അപ്പം അതുകൊണ്ട് 3/4 കപ്പ് ധാരാളമാണ്. അതുപോലെ തന്നെ കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 4 hours അല്ലെങ്കിൽ ഒരു 5 hours വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, കടലപ്പരിപ്പ് വേവിച്ചെടുക്കാൻ പറ്റും. 6 മുട്ടയിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇടാം. ഇതിലേക്ക് 1/2 കപ്പ് പാല്, പിന്നെ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ എന്ത് ചെയ്യണം, ഇനി അടിച്ചെടുക്കണം. മിക്സിയിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. 6 മുട്ട, 3/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാല്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 150 ഗ്രാം കടലപ്പരിപ്പ് വേവിച്ചത്. ഇത്രയും ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ നട്ട്സ് ആൻഡ് കിസ്മിസ് ഒന്ന് ചെറുങ്ങനെ വറുത്തെടുക്കാം. കൂടുതൽ നെയ്യ് ആവശ്യമില്ല, അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഒഴിക്കുന്നത്. കാരണം ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഡെക്കറേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. കൂടുതൽ നെയ്യ് ആവശ്യമില്ല, കുറച്ച് നെയ്യ് മതി. ഒന്ന് ചെറുങ്ങനെ റോസ്റ്റഡ് ആയി മാത്രം കിട്ടിയാൽ മതി നമുക്ക്. കൂടുതലായിട്ട് എന്താ വേണ്ട, ഒരു ഓവർ ബ്രൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ചെറിയൊരു റോസ്റ്റഡ് രൂപത്തിലേക്ക് മതി. നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റഡ് ആയിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, പരിപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള പാന് ഗ്യാസിലേക്ക് വെക്കാം. ബിരിയാണി പോട്ടാണ് സാധാരണ വെക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2-3 വീഡിയോസ് തന്നെ. ബിരിയാണി പോട്ട് നമുക്ക് കടയിൽ ചെറിയ പോട്ട് വാങ്ങാൻ കിട്ടും. അതാകുമ്പോൾ നമുക്ക് ഗ്യാസിൽ തന്നെ കേക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. അപ്പോൾ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് പരിപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പം ഇതിലെ ചെറിയ പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 മുട്ടയ്ക്ക് ആവശ്യമായ പോട്ടാണ്. കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഈ നോൺ സ്റ്റിക്കിൻ്റെ പോട്ട്. നമുക്കിത് വെച്ചിട്ട് ഗ്യാസിൻ്റെ മുകളിൽ നമുക്ക് കേക്ക്, അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന പരിപ്പ് കേക്ക് അല്ലെങ്കിൽ ബനാന കേക്ക്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പോട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം, ഒന്ന് എല്ലാ ഭാഗവും ചൂടാവാൻ വേണ്ടിയിട്ടാണ്. പാൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓയിലാണ് ഒഴിക്കാറ്, നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ ഗീ ഒഴിക്കാം. ഓയിലാവുന്ന സമയത്ത് പിന്നീട് കുറച്ച് ടൈം കഴിഞ്ഞാലും തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, ഒരു ഒട്ടിപ്പിടിച്ച ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഗീ ആകുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പിൻ്റെ മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കാണുന്നുണ്ടാവും ഈ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കത് എന്ത് ചെയ്യാം, പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ആൻഡ് കിസ്മിസ് ഒന്നിട്ട് കൊടുക്കാം. ആദ്യം ഉള്ളിലേക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 25 to 30 മിനിറ്റ്സ് നമുക്ക് എന്താ ചെയ്യാം, കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇതൊന്നും നല്ല രീതിയിൽ എന്താവട്ടെ, ബേക്ക് ആവട്ടെ. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം നോക്കുന്ന സമയത്ത് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നട്ട്സൊക്കെ ഒന്ന് ജസ്റ്റ് നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് 15 മിനിറ്റും കൂടി വെക്കണം. ഒരു 15 മിനിറ്റും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഫൈനലി കടലപ്പരിപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തതാണ്. അപ്പം എല്ലാവരും കാണുന്നുണ്ടാവും, വളരെ സോഫ്റ്റായ കടലപ്പരിപ്പ് കേക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. വിസിറ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.